ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നേക്കുന്നത്. ഫോണിന് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, എന്നാലും എനിക്ക് പറ്റുന്ന രീതി എടുത്തിട്ടുണ്ട്. രാവിലെ ഒരു 8 മണിയായപ്പോൾ എണീറ്റ്, സൺഡേ ആണ്, 8 മണിയായപ്പോൾ എണീറ്റ് ഇന്നലെ ഒരു പരീക്ഷണം നടത്തി. ദോശമാവ് വെച്ചിരുന്ന് അത് വിജയകരമായി. അരിപ്പൊടി ഉഴുന്നൂട് അരച്ച് കാസറോളിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് മുക്കി വെച്ചിരുന്നു, അടച്ചു വെച്ചിരുന്നു. അത് രാവിലെ കുതിർന്ന് ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കി. എന്നിട്ട് അച്ചാച്ചനെ വിളിക്കാൻ പോയപ്പോൾ നല്ല സുഖം ഉറക്കം. ഞാൻ എന്നിട്ട് തുണിയും കഴുകി ചൂടുവെള്ളം ഉണ്ടാക്കി വന്ന് അപ്പോഴത്തേക്ക് അച്ചാച്ചൻ കുളിച്ചിട്ട് വന്ന് അപ്പോഴത്തേക്ക് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി അച്ചാച്ചന് കഴിക്കാൻ കൊടുത്ത്. തണുപ്പുണ്ട്, ഇവിടെ തണുപ്പ് തുടങ്ങിയേ. അതിന് ഹീറ്റർ ഓണാക്കി വെച്ചേക്കും. അച്ചാച്ചൻ പോകാൻ ഒരുങ്ങി. വീഡിയോ എടുക്കണ്ടടി എന്ന് എന്നോട് പറഞ്ഞിട്ടും ഞാൻ സൂം ചെയ്ത് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് വീഡിയോ. എന്നിട്ട് ടാറ്റ പോലും പറയാതെ തിരിഞ്ഞു നോക്കാതെ സ്പീഡിൽ പോയി. തുണി കഴുകി ഞാൻ വിരിച്ച്. ഇനിയും പെരയ്ക്കകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. തൂത്തൊക്കെ വാരി തുടയ്ക്കുകയും ചെയ്യണം, സൺഡേ ആയതുകൊണ്ട്. എല്ലാം തുടച്ച് ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് അടുത്ത പണി അടുക്കളയിലോട്ട് പോയി. പാചകത്തിന് ഇന്ന് സ്പെഷ്യലാണ്, അച്ചാച്ചന് ഇഷ്ടപ്പെട്ടതാണ്. ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുത്തരിയും കുക്കറിനകത്തിട്ട് വേവിക്കുവാണേ. അതിനകത്തോട്ട് ഒരു സ്പൂണിട്ട തിളച്ച് പൊങ്ങി വരത്തില്ലെന്ന കല്യാണി ചേച്ചി പറഞ്ഞത്. അതും ചെയ്ത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയും ചമ്മന്തിക്കുള്ള തേങ്ങ എടുത്ത് വെച്ച് ചമ്മന്തി അരയ്ക്കുക. തേങ്ങ കൊത്തി ഞാനിടുക, തിരുകുമല്ല, കൊത്തി ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കുവാണേ. പൊടിച്ചെടുത്ത് കൊത്തി ഇട്ടേക്കുന്നു. എന്നിട്ടിപ്പോൾ പൊടിച്ചെടുത്ത് കൊണ്ടുവരും. എന്നിട്ട് അതിനകത്തോട്ട് ഉള്ളിയും കാന്താരിമുളകും ഇട്ട് ചമ്മന്തി അരച്ച്. അപ്പോൾ എനിക്കൊന്ന് വിശന്ന് ഒരു പേരയ്ക്ക കഴിച്ച്. അച്ചാച്ചൻ വീണ്ടും വന്ന് റെഡിയായി പോവുക, പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ്. പിന്നെ വിശന്നപ്പോൾ ഇച്ചിരി മാതള നാരങ്ങ ഒരാപ്പിളും കഴിച്ച് കുളിച്ചൊരുങ്ങി വന്ന് ചോറുണ്ട്. മാങ്ങ അച്ചാറും ചമ്മന്തി ഉരുളക്കിഴങ്ങ് പുരട്ടിയും മുട്ട പൊരിച്ചതും. അച്ചാച്ചൻ ഒരു 3 മണി ആയപ്പോഴത്തേക്ക് വന്നപ്പം വസൂട്ടനൊക്കെ വന്നേ. എന്നിട്ട് പേരയ്ക്ക പറിക്കാൻ പോയിട്ട് അവരങ്ങ് തിരിച്ചു പോയി. എന്നിട്ട് ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റ് തേയില വെള്ളം അനത്തി റസ്ക്കും തേയില വെള്ളമായിട്ട് കഴിച്ച്. ചേച്ചിയൊക്കെ നാളെ ലീവിന് പോവുക. അപ്പോൾ അവരുടെ വീട്ടിലോട്ടൊന്ന് വന്നതാണ്. ദീപാവലിയുടെ പടക്കങ്ങളും ഡെക്കറേഷനും ഒന്നും ഇതുവരെ ഊരിയിട്ടില്ലേ, അതെല്ലാം അതുപോലുണ്ട്. കൃഷ്ണ വിളിച്ചുകൊണ്ട് പോയി ഞാൻ രാത്രി ചായ കുടിക്കുവാണേ എന്ന് കാണിക്കാൻ. ചേച്ചി തകർപ്പനായിട്ട് തുണി മടക്കി വെക്കുക. എനിക്കൊരു പ്രോഡക്റ്റ് വന്നേ, ഡാൻഡ്രഫ് പോകുന്നതാണ്. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാം അതിൻ്റെ അഭിപ്രായം. ഞങ്ങൾ പോവാനിറങ്ങി. ഞാൻ വീണ്ടും അവിടുത്തെ ലൈറ്റ് വെട്ടമൊക്കെ ഒന്ന് എടുത്തതാണ്. വന്നിട്ട് മസാല ദോശ മതിയെന്ന് പറഞ്ഞ് അത് എനിക്ക് വയ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ഞാൻ. അതിൻ്റെ ആ മുഖത്തൊരു മ്ലാനത എൻ്റെ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി മസാല ദോശ. ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച്. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. ബൈ.